ഹായ്, ആപ്സ് ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്പാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇമേജസ് എല്ലാം കട്ട് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കതിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് നമുക്കിതിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഹാൻഡി ക്ലോസറ്റ് INCയുടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞ ആപ്പ് വരും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ വരുന്നത്. വേറെ അധികം ആർഭാടങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കുറച്ചുകൂടി സുഖമാണ്. ഞാൻ ലോഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ലോഗോ വെച്ചിട്ട് നോക്കി നോക്കാം. ആദ്യം അതിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ അതിൽ ക്രോപ്പ് ചെയ്ത് കളയാം. കുറേ ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അത് വേണമെങ്കിൽ നമുക്കത് ക്രോപ്പ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമുള്ളത്ര ക്രോപ്പ് ചെയ്തതിന് ശേഷം ഈ കോർണറിൽ കാണുന്ന ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇതിൽ നമുക്ക് ഒരു സിംഗിൾ കളറായി കിടക്കുന്നതുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഓട്ടോ എന്നുള്ള ഓപ്ഷനാണ്. ഞാൻ ഓട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ താഴെ ഓട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ പോയിൻ്റർ നീക്കി ഏത് കളറാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം റിലീസ് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയി കിടക്കുന്ന ആ കളറ് കംപ്ലീറ്റ് ആയിട്ടും ഒരുമിച്ച് പോകും. ഇനി ഇതിലെവിടെയെങ്കിലും ബാക്കി വൈറ്റ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വ്യക്തമായിക്കൊള്ളുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഈ കോർണറിൽ കാണുന്ന BG കളർ, ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണുന്ന BG കളർ എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇതുണ്ടോ A എന്നതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് കളർ പോയിട്ടില്ല. അപ്പോൾ ഈ പോയിൻ്റർ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് റിലീസ് ചെയ്യാം. അതുപോലെ ട്യൂട്ടോറിയൽ എന്നുള്ളതിൻ്റെ ഇവിടെ ഇത്രയാണ് അതിൽ കിടക്കുന്നത്. ഇനി ഈ എഡ്ജസിൽ കുറച്ചൊരു വൈറ്റ് കാണാം. അത് റിമൂവ് ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത സ്റ്റേജിൽ നമുക്ക് അത് റിമൂവ് ആവും. ഇത്രയും നമ്മൾ ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് ഇവിടെ സ്മൂത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം താഴെ. അതിൻ്റെ ലെവലാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ 1 ആണ് സെലക്ട് ആയിട്ടുള്ളത്. നമുക്കൊന്ന് സൂം ചെയ്ത് വയ്ക്കാം. 0 വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ആ വൈറ്റ് ഇങ്ങനെ കാണും. 1 വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു. 2 വെച്ച് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും പോയി. നമുക്ക് നീറ്റായിട്ടുള്ളത് കിട്ടി. ഇനി ഇവിടെ റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജ് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫിനിഷ്. ഇനി നമുക്ക് ഓട്ടോ അല്ലാത്ത ഓപ്ഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ലോഡ് ഫോട്ടോ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ലോഗോ സെലക്ട് ചെയ്തു, ക്രോപ്പ് ചെയ്തു, ഡൺ. ഇനി ഇതിൽ വരുന്നൊരു ഓപ്ഷനാണ് മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എൻഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരുമിച്ച് പോവില്ല. കുറച്ചും കൂടി നമുക്കൊരു കൺട്രോൾ കിട്ടും. ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആ കളറേ പോവും. അതിന് അടുത്ത് കൊണ്ടുവന്നാലും ഓറഞ്ച് പോവില്ല, വൈറ്റ് മാത്രമേ പോവുള്ളൂ. പക്ഷേ കുറച്ചൊരു ഏരിയത്തെ മാത്രമേ പോവൂ. ഇനി നമുക്ക് ഈ ഓറഞ്ചാണ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാജിക് ബട്ടൺ പിടിച്ച് ഓറഞ്ചിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ച് പോയി തുടങ്ങും. കണ്ടോ? ഇപ്പം നമ്മളവിടെ അധികമായിട്ട് ഈ വയലറ്റിലെ കുറച്ചൊരു ഭാഗം പോയി. അതെങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഒന്നെങ്കിൽ ഇവിടെയുള്ള അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അൺഡു ബട്ടൺ കണ്ടോ, 8 സ്റ്റെപ്പ് അൺഡു ചെയ്യാനുള്ളത് ഇതിൽ കിടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അതിന് താഴെ കണ്ടോ റിപ്പയർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. റിപ്പയർ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. നമുക്ക് റിപ്പയർ എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. റിപ്പയർ എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇതിൻ്റെ ബോർഡർ നമുക്കതിൽ കാണാൻ കഴിയും. ഒരു
ഒപ്പാസിറ്റി കുറഞ്ഞ രീതിയിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ റിപ്പയറിൻ്റെ ബ്രഷ് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും. ഇവിടെ ഓറഞ്ച് കുറച്ചുകൂടി അതിൽ കയറി വന്നു. ഇനി വീണ്ടും നമ്മൾ ഓട്ടോ സെലക്ട് ചെയ്ത് ഈ ഓറഞ്ചിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓറഞ്ച് പോകും. ഇനി എഡ്ജസ്റ്റിലുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല, ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് മാനുവലായിട്ട് ചില ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരുമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, മാനുവൽ എറേസർ ഉണ്ട് ഇവിടെ. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. സൂം ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ കോർണറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്ത് എത്രയും ഒരുപാട് സൂം ചെയ്യാൻ കിട്ടും. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ബ്രഷിൻ്റെ വലിപ്പം നമുക്കിവിടെ താഴെ ഇവിടെ ഒരു സ്ലൈഡർ കണ്ടു, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 15 ആണ് ഇരിക്കുന്നത്, നമുക്ക് കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടോ 50 വരെ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ഏരിയ ഒരുമിച്ച് ഇറേസ് ചെയ്ത് കളയാൻ കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും കഴിയും. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള PNG ഇമേജസ് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ സാധാ ഇമേജ് എഡിറ്റേഴ്സിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളർ വന്നു പോകും, നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടില്ല ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാൻസ്പെറൻ്റ് ആയി തന്നെ നമുക്കത് ക്രോപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.